ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഞ്ചാരി ഡേ 2ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പം പ്ലാൻ ചെയ്ത പോലെ ഇന്ന് ജിമ്മിന് ജോയിൻ ചെയ്യണമെന്നുണ്ടായി, പക്ഷെ അത് നടന്നില്ല. കുറച്ച് ഇഷ്യൂ ഉള്ള കാരണം ഇന്ന് പോകാൻ പറ്റിയില്ല. ഇന്ന് ഫുള്ളും റിസോർട്ടിൻ്റെ ഉള്ളിലായിരിക്കും ഇന്ന് ഉണ്ടാവുക. അപ്പം ഇന്ന് റിസോർട്ടിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ആണ് നമ്മളുടെ റിസോർട്ടിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് റിസോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് 2 വേ ഉണ്ട് നാഷണൽ ഹൈവേ എന്ന്. ഒരു റോഡ് ലേക്ക് റോഡ് കണക്റ്റ് ആവും, ഒന്ന് നാഷണൽ ഹൈവേ കണക്റ്റ് ആവും. അപ്പം ഹോം സ്റ്റേ പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഹോം സ്റ്റേൻ്റെ എല്ലാം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഹോം സ്റ്റേ പോയി കാണിച്ചു തരാം. സ്റ്റേ ഉള്ളത് ഒരു അള്ളീൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മളെ സ്റ്റേക്ക് പോകുന്ന നമ്മളെ എൻട്രൻസ്. ഇതാണ് വൈൽഡ് ക്യാമ്പ് പൂർ. ഇതാണ് നമ്മളുടെ ഓഫീസ് റൂം. ഇത് നമ്മുടെ ഡോർമേറ്റ് റൂമായിട്ട് വരും. ഇത് ഫുള്ളായിട്ട് കോഫി എസ്റ്റേറ്റ് കേട്ടോ. ഫുൾ കോഫി എസ്റ്റേറ്റിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. വീട്ടിൽ നെറ്റ് ഫാം ഉണ്ട്. ഡ്രാഗൻ്റെ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ട് കേട്ടോ. അത് ഡ്രാഗൻ്റെ അടുത്തുള്ള ഫാമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 3 സ്വിമ്മിംഗ് പൂൾ കോട്ടേജ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പ്രോപ്പർട്ടി. സ്വിമ്മിംഗ് പൂൾ പ്രോപ്പർട്ടിയിൽ ഇവിടെ ഒരു ചെറിയൊരു ക്രിക്കറ്റ് ട്രെയിലർ ഉണ്ട്, ഒരു ആർച്ചറി ഗെയിം ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു പൂളുണ്ട്, ഒരു 3 സ്വിമ്മിംഗ് പൂൾ കോട്ടേജ് ഉണ്ട് കേട്ടോ. സുമനിപ്പം ഫുൾ ക്ലീനാക്കിക്കൊണ്ട് സ്വിമ്മിംഗ് പൂൾ ക്ലീനാക്കിക്കൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമർ ചെക്കിൻ ഉണ്ട്. ഒരു 6-7 മണിയാകുമ്പോഴത്തേന് കസ്റ്റമർ ചെക്കിൻ വരും. കസ്റ്റമർ വരുമ്പോഴത്തേന് സ്വിമ്മിംഗ് പൂൾ റെഡി ആവണം. ഇവിടുത്തെ ഒരു ചെറിയ ക്രിക്കറ്റ് ട്രെയിലർ, ആർച്ചറി, ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ, റെയിൻ ഡാൻസ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് റെഡി ആകുന്നുണ്ട്. മേ ബി ഒരു 1 മന്തിനുള്ളിൽ നമ്മൾ ഈ ഹട്ട് റെഡിയാക്കി എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബാസ്കറ്റ് ബോളുണ്ട് കേട്ടോ. ഇത് ഫുൾ കോഫി എസ്റ്റേറ്റുണ്ട്. ഇത് ബനാന ഫാമിൻ്റെ അടുക്കായിട്ട് വരുന്നത്. ഇതൊരു ഗാർഡൻ കേട്ടോ. ഗാർഡൻ സെൻറ്ററായിട്ടാണ് ഈ കോട്ടേജ് വരുന്നത് ഗൈസ്. പിന്നെ ഇത് അടുത്ത നമ്മുടെ ഒരു ഡി ബ്ലോക്ക് കേട്ടോ. ഇതൊരു ഡി ബ്ലോക്കിൽ ഒരു ബുദ്ധനെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു വെൽക്കം ആക്കിയിട്ട് ബുദ്ധനെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കഫേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനുള്ള ഒരു 30% വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു 2 കോട്ടേജ്, ഫാം കോട്ടേജ് ആയിട്ട് വരും. ഫുള്ളായിട്ടൊരു കോൺസെപ്റ്റിൽ ഫാം കോട്ടേജ് ആയിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സീനറി ഉള്ളത് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു ഫ്ലവറിന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ കിച്ചൺ ഉണ്ട്. പിന്നെ ഒരു സ്മോൾ ഹട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ പോർഷൻ നമ്മളിപ്പോൾ ടെമ്പററി ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ഫോറസ്റ്റ് സോൺ എന്നുള്ളത്. അവിടെ ഒരു ബാമ്പിൻ്റെ ഒരു ഫോറസ്റ്റ്, ഒരു ഹട്ടുണ്ട്, പിന്നെ ഒരു ലോങ് സ്വിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ നമ്മളൊരു സ്മോൾ കിച്ചൺ ഉണ്ട്. നമ്മൾ ഫുഡെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു ഹൈ സീലിംഗ് ആയിട്ടുള്ളൊരു ബിഗ് ഫ്രെയിമാണ് ഇത്. ഇതൊരു സ്മോൾ ഫ്രെയിം. ഇതിലൊരു 3 ആൾക്ക് സ്റ്റേ ചെയ്യാം. കംഫർട്ടബിൾ ഒരു 2 പേർക്ക് സ്റ്റേ ചെയ്യാം. ആൻഡ് അവിടെ ഒരു ഫ്ലവറെല്ലാം വെച്ചിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സോ ഒരു സെറ്റപ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഒരു ഡൈനിങ് ഹാള്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ കസ്റ്റമർക്ക് ആ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് ഒരു 4 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറ്റ് ഔട്ട് ഏരിയ. ആൻഡ് ഡൈനിങ് ഹാൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ തിയേറ്റർ സെറ്റപ്പിലുണ്ട് കേട്ടോ. നമുക്കൊരു അത്യാവശ്യം ഒരു 10-25 ആൾ വന്നാലും ഫുഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പിൽ ബിൽഡ് ചെയ്തതാണ്, റൗണ്ട് ടേബിളായിട്ടിട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു ലൊക്കേഷൻ കേട്ടോ.
അപ്പം ഇന്നത്തെ ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്യണം. ഇനി അടുത്ത ബ്ലോഗ് നാളെ കാണാം. എല്ലാവർക്കും Así el problema y la duda no nos ven pasar. El que se enoja, mi amor.